എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 12 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് വിവിധ ഓഫറുകൾ സപ്ലൈകോയിൽ ഒരുക്കിയിട്ടുണ്ട്. ബ്രസീൽ, ജർമ്മനി, നെതർലാൻഡ്, സ്പെയിൻ, അർജന്റീന, ബെൽജിയം, പോർച്ചുഗൽ, ക്രൊയേഷ്യ, ഇംഗ്ലണ്ട്, മൊറോക്കോ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഫിഫ വേൾഡ് കപ്പിൽ ഗോൾ നേടുമ്പോൾ എത്ര ഗോളാണോ നേടിയിട്ടുള്ളത് അതിനനുസരിച്ച് സപ്ലൈകോ സാധനങ്ങളുടെ വിലയിൽ ഇളവ് ലഭിക്കുന്നതാണ്. രീതിയിലുള്ള ഓഫർ ഈ വേൾഡ് കപ്പ് കഴിയുന്നത് വരെ ഉണ്ടാകും. ഓരോ ടീമിനും ഓരോ ഇനങ്ങളാണ് ഓഫറിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബ്രസീൽ ടീമിന് ശബരി മഞ്ഞൾപ്പൊടി, ജർമ്മനിക്ക് ശബരി അപ്പപ്പൊടി, നെതർലാൻഡ് ശബരി സാമ്പാർ പൊടി, സ്പെയിൻ ശബരി പുട്ടുപൊടി, അർജന്റീന ശബരി പായസം മിക്സ്, ബെൽജിയം ശബരി സൂപ്പർ ഫൈൻ ഡ്രസ് ടീ, പോർച്ചുഗലിന് ശബരി മുളക് പൊടി, ക്രൊയേഷ്യ ശബരി വെളിച്ചെണ്ണ, ഇംഗ്ലണ്ട് ശബരി ഉപ്പ്, മൊറോക്കോ ശബരി ഹോട്ടൽ ബ്രാൻഡ് ടീ, ഫ്രാൻസിന് ശബരി ഗോൾഡൻ ടീ എന്നിങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ നൽകിയിട്ടുള്ളത്. അതായത് ഓരോ ടീമും ഓരോ കളിയിൽ ഓരോ ഗോൾ നേടുകയാണ് എങ്കിൽ അത്ര ശതമാനം, എത്ര ഗോളാണോ നേടിയിട്ടുള്ളത് അത്രയും ശതമാനം ഇളവാണ് ഈ പറഞ്ഞ സാധനങ്ങളിൽ ലഭിക്കുക. ആ ടീമിന്റെ അടുത്ത മത്സരം വരെ ആ ഒരു ഇളവ് ലഭിക്കും. അടുത്ത മത്സരത്തിൽ എത്ര ഗോളാണോ നേടുന്നത് അതിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ ഇളവ് ലഭിക്കുക. ഉദാഹരണത്തിന് ബ്രസീൽ ടീമിന്റെ ആദ്യ കളിയിൽ 4 ഗോളുകളാണ് നേടിയത് എങ്കിൽ ഈ പറഞ്ഞ സാധനത്തിന് 4% ഇളവാണ് ലഭിക്കുക. ഈ തരത്തിലുള്ള ചെറിയ ഓഫറാണ്, എങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓഫർ ഈ ഒരു വേൾഡ് കപ്പിൽ നൽകി ശ്രദ്ധിക്കപ്പെടുന്നു സപ്ലൈകോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോ സബ്സിഡി സാധനങ്ങളെല്ലാം വാങ്ങാം. സബ്സിഡി ഇതര സാധനങ്ങളായിട്ടുള്ള ഈ സാധനങ്ങളുടെ വിലയിലാണ് ഈ ഒരു ഇളവ് ലഭിക്കുക. 13 സബ്സിഡി സാധനങ്ങൾ ഇതിന് പുറമെ വാങ്ങാൻ കഴിയുന്നതാണ്. മറ്റൊന്ന്, ഈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഉടനെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. 3 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തവരുണ്ട് എങ്കിൽ അവരുടെ റേഷൻ കാർഡ് വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്ന അവസ്ഥയുണ്ടാവും. നീല, മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ളവരോടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 മാസം വാങ്ങിയിട്ടില്ല എങ്കിൽ ഈ മാസം തീർച്ചയായിട്ടും ആ ഒരു റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 10 ദിവസം കഴിയുകയാണ്. ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ എല്ലാം എന്തെല്ലാം എന്ന് കൃത്യമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. എല്ലാ റേഷൻ കാർഡിനും ആട്ട ലഭിക്കുന്നുണ്ട്, മണ്ണെണ്ണയും ഉണ്ട്. ഇവയെല്ലാം കൈപ്പറ്റണം. സ്പെഷ്യൽ അരി നീല റേഷൻ കാർഡിന് ഇല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ഗാർഹിക പാചക വാതക വിലയിൽ വർധനവ് വരുത്തിയിരുന്നു. 29 രൂപയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വിലയിൽ വർധനവ് വരുത്തിയത്. ഇതിനു പുറമെ സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം 4 ആയി ചുരുക്കിയിട്ടുണ്ട്. വർഷത്തിൽ 4 സിലിണ്ടറിന് മാത്രമായിരിക്കും ഇനി ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സബ്സിഡി ലഭിക്കുന്നവർക്ക് സബ്സിഡി ലഭിക്കുക. നിലവിൽ 300 രൂപ 10 സിലിണ്ടറിന് സബ്സിഡി ലഭിച്ചിരുന്നതാണ് 6 സിലിണ്ടർ വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ കടുത്ത ഒരു ക്രൂരമായിട്ടുള്ള ഒരു തീരുമാനം പാവപ്പെട്ട ആളുകളോട് വന്നിട്ടുള്ളത്. വില വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ പാവപ്പെട്ടവരുടെ സബ്സിഡി കൂടി കേന്ദ്ര സർക്കാർ എടുത്തു കളയുകയാണ് എന്നുള്ള സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്യാസ് പലയിടത്തും ബുക്ക് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ KYC നിർബന്ധമായിട്ടും ചെയ്യണം. KYC ചെയ്യാത്തവർക്ക് ഗ്യാസ് തീരെ കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർക്ക് സബ്സിഡിയൊക്കെ മുടങ്ങി പോകുന്ന ഒരു അവസ്ഥയും ഉണ്ട്. അപ്പോൾ KYC ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും KYC ചെയ്യണം. 45 ദിവസം കഴിയാതെ ബുക്ക് ചെയ്യാൻ തന്നെ ഇപ്പോൾ സാധിക്കുന്നില്ല ഗ്രാമപ്രദേശങ്ങളിൽ. നഗരപ്രദേശങ്ങളിൽ 25 ദിവസമാണ് ടൈം എന്ന് പറയുമ്പോഴും പല സ്ഥലങ്ങളിലും 25 ദിവസം കഴിഞ്ഞാലും ബുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. മറ്റൊന്ന്, ഇരട്ട കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഒന്ന് റദ്ദാക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം PNG കണക്ഷൻ ലഭിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഗെയിൽ പൈപ്പ് ലൈനിലൂടെ ലഭിക്കുന്ന ഗ്യാസ് ഒക്കെ, സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെയൊക്കെ ലഭിക്കുന്ന ഗ്യാസ് വീടുകളിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെ വീടുകളിൽ LPG കണക്ഷനും ഉണ്ടാകും. അങ്ങനെയുള്ളവർ LPG കണക്ഷൻ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങളുടെ വീടിന്റെ പ്രദേശത്ത് PNG കണക്ഷൻ പോകുന്നുണ്ട് എങ്കിൽ, അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് അത് ലഭ്യമാകും എന്നുണ്ട് എങ്കിൽ അതിലേക്ക് മാറുകയും വേണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശം വരുന്നത്. ഇല്ല എങ്കിൽ ഭാവിയിൽ നടപടി ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതും
ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള പ്രായഭേദമന്യുള്ള മുഴുവൻ സ്ത്രീകൾക്കും 15-ാം തീയതി തിങ്കളാഴ്ച മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. ആദ്യഘട്ടത്തിലാണ് ഓർഡിനറി ബസ്സുകളിൽ യാത്രാ സൗകര്യം ഒരുക്കുന്നത്. മലബാർ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളത് സത്യമാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല 100 ദിവസത്തിന് ശേഷം മറ്റ് ബസ്സുകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കാനുള്ള നടപടിയും സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 19-ാം തീയതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. ബജറ്റ് നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത് പറഞ്ഞിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞിട്ടുള്ള 25 ലക്ഷം രൂപയുടെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ വാർഷിക ഇൻഷുറൻസ് ആരോഗ്യ ചികിത്സാ പദ്ധതി ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. പുതിയതായിട്ട് ആളുകൾക്ക് ഇതിലേക്ക് ചേരാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും പുതിയ പദ്ധതി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് വിവരം. ഇതുകൂടാതെ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ, ഈടുരഹിത പലിശരഹിത വായ്പ യുവതി-യുവാക്കൾക്കും ലഭിക്കുന്നതോടൊപ്പം വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപയുടെ സഹായം ലഭിക്കും. ക്ഷേമ പെൻഷൻ 3000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കും എന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ ആർലേക്കർ വായിച്ചതാണ്. അത് എങ്ങനെയാണ്, 5 വർഷം കൊണ്ടാണോ അതോ ഒറ്റയടിക്ക് 3000 രൂപയാക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണുകയാണ്. 200 രൂപ വർദ്ധിപ്പിച്ച് 2200-ലേക്കോ 2100-ലേക്കോ എത്തിക്കാനാണ് ആദ്യഘട്ടത്തിൽ സാധ്യത എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കൃത്യമായിട്ടുള്ള വിവരം 19-ാം തീയതി അറിയാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷനും വലിയ താമസമില്ലാതെ ലഭിക്കും. ഈ മാസം അതുണ്ടാകില്ല, അടുത്ത മാസം മുതൽ അത് ലഭിക്കും എന്നാണ് പറയുന്നത്. പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം 1 മാസത്തെയെങ്കിലും ഗഡു ലഭിക്കും എന്നുള്ളതാണ് വിവരം. ഫോൺ എടുക്കുന്നില്ല വിളിക്കുമ്പോൾ, അതാണ് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് നൽകാൻ കഴിയാത്തത്. പ്രവാസി പെൻഷൻ ഇടയ്ക്കിടെ മുടങ്ങിപ്പോകുന്നുണ്ട്, അതും ഉടനെ പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളവർക്ക് ഒറ്റത്തവണ കുടിശ്ശിക നിവാരണ പദ്ധതികൾ ആരംഭിക്കുകയാണ്. ദിവസ കർമ്മ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇത് പ്രകാരം സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്ക് പലിശയും കൂട്ടുപലിശയും ഒഴിവാക്കിക്കൊണ്ട് ഒറ്റത്തവണ ലോണുകൾ തീർപ്പാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇതിന് സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ലോൺ എടുത്ത് കുടിശ്ശികയായിട്ടുണ്ട് എങ്കിൽ സഹകരണ ബാങ്കുമായിട്ട്, ആ സഹകരണ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്വർണ്ണവിലയിൽ കാര്യമായിട്ടുള്ള കുറവാണ് ഉണ്ടായത്. 2 തവണയായിട്ട് 4000-ലധികം രൂപയാണ് കുറഞ്ഞത്. അവസാനമായിട്ട് പവന് 1560 രൂപ കുറഞ്ഞ് 1,06,800 രൂപയും ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്കും ബൈ.